بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, റമദാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് റമദാനായി, ഒരാഴ്ച കൂടി അതിന് ബാക്കിയുള്ളൂ. അള്ളാഹു തആല നമുക്ക് ഈമാനോടെയും ആഫിയത്തോടെയും റമദാൻ മാസം കഴിച്ചുകൂട്ടാനും ഇബാദത്തുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവസാനമായി പറഞ്ഞത് നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള ആളുകളെക്കുറിച്ചായിരുന്നു. അഹ്ലുൽ അഅ്ദാർ, നോമ്പ് റമദാനിൽ ഉപേക്ഷിച്ചിട്ട് പിന്നീട് നോറ്റി വീട്ടിയാൽ മതി എന്ന ആളുകൾ, അങ്ങനെയുള്ള ഇനങ്ങൾ 5 തരത്തിലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള ആളുകൾ: രോഗി, യാത്രക്കാരൻ. ഈ 2 വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 5 പേരാണുള്ളത്. 5 വിഭാഗങ്ങൾക്കാണ് നോമ്പ് ഒഴിവാക്കാൻ ഉദറുള്ളത്: രോഗി, യാത്രക്കാരൻ, പിന്നെ ആർത്തവകാരികളായ സ്ത്രീകൾ, ഹൈദും നിഫാസുമുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന ഉമ്മമാരും. 5-മത്തേത് അൽ മുഗ്മ അലൈഹി, ബോധം നഷ്ടപ്പെട്ട ആളുകൾ. ഈ 5 വിഭാഗങ്ങളാണുള്ളത്. അതിൽ രോഗിയെക്കുറിച്ചും യാത്രക്കാരെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ഹൈദും നിഫാസുമുള്ള ആർത്തവകാരികളും അതുപോലെ പ്രസവം കഴിഞ്ഞ് പ്രസവരക്തമുള്ള സ്ത്രീകൾ. അവരുടെ കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അവർക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല എന്നതിൽ ഇജ്മാ ഉണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇജ്മാ ഉണ്ട് എന്ന കാര്യം. അതുപോലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളുടെ ദീനിലെ കുറവ്, നുഖ്സാനുദ്ദീൻ നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്ന സ്ത്രീകളെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ച ഹദീസിൽ അവിടുന്ന് പറഞ്ഞത്, അലൈസ ഇദാ ഹാദത് ലം തുസല്ലി വലം തസും, ഹൈദുള്ള സമയത്ത് അവർ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നീട് അവർ നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം പകൽ ഈ അവസ്ഥ മാറി ശുദ്ധിയുള്ള അവസ്ഥയായി. അപ്പോൾ അന്ന് അവർ പിന്നീട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? റമദാനാണ് എന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടതുണ്ടോ? 2 അഭിപ്രായമുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ളത് അത് ആവശ്യമില്ല എന്നാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷെ പരസ്യമായി ഭക്ഷണം കഴിക്കുകയും നോമ്പില്ല എന്നത് അത് ലാഹിറാക്കുകയും ചെയ്യരുത്. ഈ മാസത്തിൻ്റെ പവിത്രത പരിഗണിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ, ഇമാം മാലിക്കും ഒക്കെ ഈ അഭിപ്രായക്കാരാണ്. അഥവാ അവർക്ക് ഭക്ഷണം കഴിക്കാം എന്ന അഭിപ്രായക്കാരാണ്. ഇനി ഹാമിൽ വൽ മുർദി, ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും, ഇവരെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവർക്ക് പല അവസ്ഥയുണ്ടാകും. ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് എന്തായിരിക്കും? അവരുടെ സ്വന്തം നഫ്സിൽ, സ്വന്തം ശരീരത്തിലായിരിക്കും ബുദ്ധിമുട്ട്. നോമ്പ് നോറ്റാൽ അവർക്ക് ക്ഷീണമുണ്ടാകും. ഗർഭിണിയായ ഉമ്മാക്ക് ക്ഷീണമുണ്ടാകും, അല്ലെങ്കിൽ മുല കൊടുക്കുന്ന ഈ ഉമ്മാക്ക് ബുദ്ധിമുട്ടുണ്ടാകും. 2-മത്തെ അവസ്ഥ, അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും, കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് ഈ നോമ്പ് നോൽക്കുന്നത് കൊണ്ട്. 3-മത്തെ അവസ്ഥ, ഈ കുട്ടിക്ക് മാത്രമായിരിക്കും ബുദ്ധിമുട്ട്, ഉമ്മാക്ക് ക്ഷീണമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ 3 അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ ഓരോ അവസ്ഥയിലും എന്താണ് ചെയ്യേണ്ടത്? ഇവർക്ക് നോമ്പ് ഒഴിവാക്കാം എന്നതിൽ തർക്കമില്ല. പക്ഷേ നോറ്റ് വീട്ടുകയാണോ വേണ്ടത്, കഫാറത്ത് കൊടുക്കുകയാണോ വേണ്ടത്? ഈ 3 അവസ്ഥകൾ മാറുന്നതനുസരിച്ച് ആർക്ക് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കിയത്? സ്വന്തം ശരീരത്തിൽ പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണോ, അതോ കുട്ടിക്ക് വേണ്ടിയാണോ, അത് 2 പേർക്കും കൂടി വേണ്ടിയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓരോ സമയത്തും എന്ത് ചെയ്യണം, കഫാറത്ത് എന്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 1-മത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഇവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. ഇനി 1-മത്തെ അവസ്ഥ, ഇവരുടെ സ്വന്തം ശരീരത്തിലാണ് ഈ 2 വിഭാഗവും ഉമ്മമാർ, അവർക്ക് സ്വന്തം ശരീരത്തിൽ, സ്വന്തം ആരോഗ്യത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്കിൽ അവർ നോമ്പ് ഉപേക്ഷിച്ച് ഖളാ വീട്ടിയാൽ മതി, പിന്നീട് ഒരു ദിവസം നോമ്പ് നോറ്റാൽ മതി. ഇതാണ് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഉമ്മാക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഖളാ മാത്രമേ ഉള്ളൂ, അഥവാ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടിയാൽ മതി. അതിന് കഫാറത്ത്, എന്തെങ്കിലും പ്രായശ്ചിത്തം പിന്നെ ചെയ്യേണ്ടതില്ല
ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പറഞ്ഞു, ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല, പക്ഷേ തർക്കമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തർക്കം വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ ഇനി രണ്ടാമത്തെ അവസ്ഥ, രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ട്, ഉമ്മാക്കും കുട്ടിക്കും പ്രയാസം ഉണ്ടാകും നോമ്പ് നോറ്റാൽ. അങ്ങനെയുള്ള സമയത്തോ അവിടെയും അധിക പണ്ഡിതന്മാരും പറയുന്നത് ഖളാ മാത്രം മതി എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഉമ്മാക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എങ്കിൽ ഖളാ മാത്രം മതി. കുട്ടിയുടെ അവസ്ഥ എന്താണെങ്കിലും ഉമ്മാന്റെ പ്രശ്നം ഈ വിഷയത്തിൽ വരുന്നുണ്ടെങ്കിൽ ഖളാ മാത്രം മതി. എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്. ഇത് ഓർത്തു വെക്കാൻ നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. അതെന്താണ്? ഉമ്മാക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉമ്മ രോഗിയെ പോലെയാണ് അല്ലെ? രോഗികൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു, നോമ്പ് ഒഴിവാക്കിയിട്ട് റമദാൻ കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടിയാൽ മതി. അപ്പോൾ നോമ്പെടുക്കുന്നത് കൊണ്ട് ഉമ്മാക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗിയുടെ അവസ്ഥയായി. പിന്നെ കുട്ടി ഉണ്ടെങ്കിലും കുട്ടിയില്ലെങ്കിലും, അഥവാ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കേണ്ടതില്ല. ഇനി കുട്ടിക്ക് മാത്രമാണ് പ്രയാസമെങ്കിൽ അവിടെയാണ് കൂടുതൽ ചർച്ചയുള്ളത്. ഈ പറഞ്ഞ രണ്ട് കേസിലും അധികം ചർച്ചയില്ല. ഉമ്മാക്ക് മാത്രം പ്രയാസം അല്ലെങ്കിൽ ഉമ്മാക്കും കുട്ടിക്കും കൂടി പ്രയാസം, അതിൽ രണ്ടിലും ഉമ്മ ഉൾപ്പെടുന്നുണ്ട്, ഉമ്മാന്റെ പ്രയാസം വരുന്നുണ്ട്. ഉമ്മാന്റെ പ്രയാസം വന്നതോടുകൂടി രോഗിയെ പോലെയായി. ഇതാണ് 99% പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് അതിൽ കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. ഇനി ഈ കുട്ടിക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിലോ, വയറ്റിലുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ മുല കൊടുക്കുന്ന ഈ കുട്ടിക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ അതിൽ പണ്ഡിതന്മാർക്ക് 4 അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം ഖളാ മാത്രം മതി അല്ലെ? നമുക്ക് യുക്തി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന, നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. ഖളാ മാത്രം, കഫാറത്ത് മാത്രം, ഖളാവും കഫാറത്തും കൂടി, അല്ലെങ്കിൽ ഖളാഓ കഫാറത്തോ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ഈ 4 ഓപ്ഷനാണുള്ളത് അല്ലെ? ഖളാ മാത്രം, നോറ്റ് വീട്ടിയാൽ മാത്രം മതി. രണ്ടാമത്തേത് നോറ്റ് വീട്ടേണ്ടതില്ല, ഭക്ഷണം കൊടുത്താൽ മതി, ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി. മൂന്നാമത്തേത് രണ്ടും വേണം. നാലാമത്തേത് രണ്ടിലേതെങ്കിലും ഒന്ന് മതി. ഈ 4 അഭിപ്രായങ്ങളും മദ്ഹബുകളിലും ഫുഖഹാക്കൾക്കിടയിലും കാണാൻ സാധിക്കും. ഖളാ മാത്രം മതി എന്ന് പറഞ്ഞവരാണ് ഹനഫികൾ, രോഗിയെപ്പോലെ തന്നെ. അവർക്ക് ഈ വിഷയത്തിൽ വളരെ എളുപ്പമാണ്. അവർക്ക് എന്തായാലും ഖളാ മാത്രം മതി. ബുദ്ധിമുട്ട് ആർക്കായാലും ഖളാ മാത്രം മതി. അപ്പോൾ കുട്ടിക്ക് മാത്രമാണെങ്കിലും ഹനഫി മദ്ഹബിൽ ഖളാ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞ മുൻഗാമികളുണ്ട്, ഹസൻ ബസ്രി, അതുപോലെ ഇമാം സുഹരി. ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് അഭിപ്രായക്കാരനാണ്, ഖളാ മാത്രം മതി. രണ്ടാമത്തെ അഭിപ്രായം ഖളാവും വേണം കഫാറത്തും വേണം. ഇതാണ് ഹംബലി, ഷാഫിഈ മദ്ഹബുകളുടെ അഭിപ്രായം, രണ്ടും വേണം. മൂന്നാമത്തെ ഖൗല് നമ്മൾ പറഞ്ഞു ഫിദിയ മാത്രം, നഷ്ടപരിഹാരമായി ഒരു സാധുവിന് ഭക്ഷണം, അത് മാത്രം മതി. ഈ അഭിപ്രായം പറഞ്ഞ ധാരാളം സലഫുകളുണ്ട്, സഹാബത്തുണ്ട്. ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് തുടങ്ങിയ സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താബിങ്ങളുടെ കാലത്തും അതിനുശേഷവുമൊക്കെയുള്ള പല പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അൽ ഹാമിലു ഇദാ ഖശിയത് അലാ നഫ്സിഹാ ഫി റമദാൻ തുഫ്തിർ. ഗർഭിണിയായ സ്ത്രീ സ്വന്തം ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പേടിച്ചാൽ നോമ്പും ഒഴിവാക്കാം. വതുത്ഇം, എന്നിട്ട് ഫിദിയ കൊടുക്കാം. വല ഖളാ അലൈഹ, നോറ്റ് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ കുട്ടിക്കാണ് ബുദ്ധിമുട്ട് എങ്കിൽ എന്ത് ചെയ്യണം? അവിടെയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുഫ്തിർ വതുത്ഇമു മക്കാന കുല്ലി യൗമിൻ മിസ്കീനൻ, നോമ്പ് ഒഴിവാക്കിയിട്ട് ഒരു മിസ്കീൻ ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ മുൻഗാമികളുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും, ഇബ്നു ഉമറും ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹും, അവരാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഫിദിയ മാത്രം മതിയെന്ന്. പക്ഷെ അവർ രണ്ടുപേരും തന്നെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് നോറ്റ് വീട്ടിയാൽ മതിയെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിദിയ മാത്രം മതി എന്നതാണ് ഇവരുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കി. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ് മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു വസ്സഹീഹു അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഫീഹൽ ഇത്ആം വല ഖളാ, ഫിദിയ മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഇതിൽ നിന്ന് ഈ 2 അസറുകളും ഒരേ സഹാബി തന്നെ രണ്ടും പറഞ്ഞു, ഖളാ ഫിദിയയും. അപ്പൊ ഖളാ അല്ലെങ്കിൽ ഫിദിയ, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നും ചിലർ മനസ്സിലാക്കിയത് കാണാൻ സാധിക്കും. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വഖാല ബഅ്ദുഹും യുഫ്തിറാനി വയുത്ഇമാൻ, ഫിദിയ മാത്രം മതി, വലാ ഖളാ അലൈഹ, നോറ്റ് വീട്ടേണ്ടതില്ല, വ ഇൻ ശാഅത ഖളത, വേണമെങ്കിൽ നോറ്റ് വീട്ടാം, വലാ ഇത്ആം അലൈഹ, അപ്പോൾ ഫിദിയ ഇല്ല, ഫിദിയ അല്ലെങ്കിൽ ഖളാ രണ്ടിലേതെങ്കിലും ഒന്ന്. വ ബിഹി യഖൂലു ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹിമഹുല്ലാഹ് ഈ അഭിപ്രായക്കാരനാണ്. അപ്പോൾ ഇങ്ങനെയും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്.
ഈ 4 അഭിപ്രായമുണ്ട്. ഇതിലേതാണ് ശരി? ഒരു ഹദീസ് ഈ വിഷയത്തിലില്ല. നമുക്കുള്ളത് സഹാബത്തിൻ്റെ അസറുകൾ മാത്രമാണ്. സഹാബത്തിൻ്റെ അസർ ഇബ്നു ഉമറിൻ്റെയും ഇബ്നു അബ്ബാസിൻ്റെയും അസർ 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി വേണമെന്നാണോ അവർ ഉദ്ദേശിച്ചത്, അതോ രണ്ടിൽ ഏതെങ്കിലും മതി എന്നാണോ ഉദ്ദേശിച്ചത്? ഏതെങ്കിലും മതി എന്നാണ്. കാരണം ഫിദിയ കൊടുക്കാൻ പറഞ്ഞ അസറിൽ വല ഖളാ അലൈഹ, നോറ്റ് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഈ 4 അഭിപ്രായത്തിൽ ഏറ്റവും റാജിഹായിട്ടുള്ളത്, ഏറ്റവും ശരിയായിട്ടുള്ളത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്, ഏറ്റവും അഹ്വത്തായിട്ടുള്ളത് നോറ്റ് വീട്ടുക എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഫിദിയയോ ഖളാओ, ഒന്നുകിൽ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ നോറ്റ് വീട്ടുക. അതിൽ ഖളാവും പെട്ടു. ഒരു സ്ത്രീ നോറ്റ് വീട്ടിയാൽ ഈ പറഞ്ഞ അഭിപ്രായക്കാർക്ക് വിരോധമില്ല. ഖളാ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞ ഹനഫികൾക്കും വിരോധമില്ല. എന്നാൽ ഫിദിയ മാത്രമാണ് ശരി എന്ന് പറഞ്ഞവർക്ക്, അവർക്ക് ഇവരോട് ഒരു വിയോജിപ്പുണ്ടാകും, അല്ലെ, നോറ്റ് വീട്ടിയ ഒരാളോട്. പക്ഷെ ഫിദിയയാണോ ഖളാ ആണോ കൂടുതൽ വലുത് സ്ഥാനമുള്ളത്? ഖളാ ആണ്. അതിന് നോമ്പിന്റെ അതേ പ്രവൃത്തിയാണ് ഖളാ. അപ്പൊ ഫിദിയേക്കാൾ മുകളിൽ നോമ്പാണ്. അപ്പൊ ഏറ്റവും സുരക്ഷിതം നോറ്റ് വീട്ടുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ 4 അഭിപ്രായം, ഖളാ മാത്രം, ഫിദിയ മാത്രം, രണ്ടിലേതെങ്കിലും ഒന്ന്, രണ്ടും കൂടി ചെയ്യുക, ഈ 4 അഭിപ്രായമുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞ ഖളാ മാത്രം എന്ന് പറഞ്ഞ അഭിപ്രായക്കാർക്ക് നോമ്പ് നോറ്റ് വീട്ടിയ ഒരു പെണ്ണ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്, അവർ പറഞ്ഞത് ചെയ്തിരിക്കുന്നു. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ആലിമിനോ, അയാൾ പറഞ്ഞതും ഈ പെണ്ണനുസരിച്ചിരിക്കുന്നു. ഫിദിയ മാത്രം എന്ന് പറഞ്ഞവർക്ക് അനുസരിച്ചിട്ടില്ല. പക്ഷെ അവർ പറയുന്നതിനേക്കാൾ വലുതാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇനി രണ്ടും കൂടി വേണമെന്ന് പറഞ്ഞവരോ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അവർ പറഞ്ഞത് അനുസരിച്ചിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞ് അനുസരിക്കേണ്ട കാര്യമില്ല. കാരണം ആ അഭിപ്രായം പറഞ്ഞ സലഫുകൾ വളരെ കുറവാണ്. മാത്രവുമല്ല അത് ദീനിന്റെ പൊതു തത്വങ്ങളോട് യോജിക്കുന്നില്ല. കാരണം 2 ബദലുകൾ, പരസ്പരം ബദലായി വരുന്ന, ഒന്നിന് പകരമായി വരുന്ന 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ശരീഅത്ത് പറയുകയില്ല. വുളുവും തേമും കൂടി അങ്ങനെ ചെയ്യാൻ ദീൻ കൽപ്പിക്കുകയില്ല. നോമ്പിന് പകരമാണ് ഫിദിയ, നോമ്പിന് പകരമാണ് ഖളാ. ഇത് രണ്ടും കൂടി ചെയ്യുക എന്നുള്ളത് അത് ദീനിന്റെ ഉസൂലുകളോടും ചേരുന്നതല്ല. അത് പറഞ്ഞ മുൻഗാമികളും കുറവാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിതം ഏതാണ്? നോറ്റ് വീട്ടുക എന്നുള്ളതാണ്. ഇതാണ് ഈ മസലയിൽ പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഉമ്മ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ നോറ്റ് വീട്ടുക തന്നെ. ഉമ്മാക്ക് പ്രയാസമുണ്ടെങ്കിൽ നോറ്റ് വീട്ടുക, കുട്ടീൻ്റെ അവസ്ഥ നോക്കേണ്ടതില്ല. കുട്ടിക്ക് മാത്രമാണ് പ്രയാസമെങ്കിലോ അവിടെയാണ് കുറേ ചർച്ചയുള്ളത്. പക്ഷെ അവിടെയും ഏറ്റവും നല്ലത് നോറ്റ് വീട്ടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നോറ്റ് വീട്ടലാണ് ഏറ്റവും നല്ലത്. ഈ നോറ്റ് വീട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ, അഥവാ കുറേ വർഷങ്ങളായി എല്ലാ വർഷവും കുട്ടികളുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ കുട്ടിക്ക് മാത്രം പ്രയാസം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഒഴിവാക്കിയതെങ്കിൽ അവർക്ക് ഫിദിയ കൊടുക്കാവുന്നതാണ്. അതാണ് ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള അഭിപ്രായം. അടുത്ത ആളുകൾ ഷെയ്ഖ് സാദി റഹിമഹുല്ലാഹ് പറയുന്നു, വൽ ആജിസു അനി സൗമി ലികിബരിൻ ഔ മറദിൻ ലാ യുർജാ ബുർഉഹു ഫഇന്നഹു യുത്ഇമു അൻ കുല്ലി യൗമിൻ മിസ്കീന. പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ മാറുകയില്ല എന്ന രോഗങ്ങൾ, അങ്ങനെയുള്ളവർക്ക് ഫിദിയ കൊടുത്താൽ മതി. ഇവിടെ പറയാൻ കാരണം, രോഗിയെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു, പക്ഷെ അവിടെ പറയാതെ ഇത് നീട്ടിവെക്കാൻ കാരണം, ഇവർക്ക് ഈ ഗർഭിണികളായ സ്ത്രീകളുടെ അവരോടൊരു സാമ്യമുണ്ട് ഈ മാറാത്ത രോഗികൾക്ക്. കാരണം അവർക്കുള്ളത് എന്താണ്? കുട്ടിയുടെ കാര്യത്തിൽ നോമ്പ് മുറിച്ച, കുട്ടിയുടെ പ്രയാസം കണക്കിലെടുത്ത് നോമ്പ് ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് ഫിദിയ കൊടുത്താൽ മതി എന്നൊരു അഭിപ്രായമുണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. ഒരിക്കലും മാറുകയില്ല എന്നുള്ള രോഗം അവർക്ക് ഖളാ ചെയ്യാൻ സാധ്യമല്ല, നോറ്റ് വീട്ടാൻ സാധിക്കുകയില്ല, അല്ലേ? വയസ്സായി ഒരു മരണത്തിന് കാരണമാകുന്ന രോഗം, ഇനി മടക്കമില്ല, ഇത് അള്ളാഹ് തീരുമാനിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് അങ്ങനെ പ്രതീക്ഷയില്ല എന്ന് കണക്കാക്കപ്പെടുന്ന രോഗങ്ങൾ, അത്തരം രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് അടുത്ത വർഷം നോറ്റ് വീട്ടാൻ സാധ്യമല്ല. അവർക്കും ഫിദിയ കൊടുത്താൽ മതി. അതിന് തെളിവെന്താണ്? ഇത് ശരിക്കും ശ്രദ്ധിക്കണം. സൂറത്തുൽ ബഖറയിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅലൽ ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. നോമ്പ് നോൽക്കാൻ പ്രയാസമുള്ളവർക്ക് ഫിദിയ കൊടുത്താൽ മതി, ഒരു മിസ്കീനുള്ള ഭക്ഷണം ഒരു ദിവസം. ഇത് മൻസൂഖാണ്. ഈ ആയത്ത് തൊട്ടടുത്ത ആയത്തിൽ എന്ത് പറഞ്ഞു? ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫല്യസുംഹു ഫമൻ കാന മരീദൻ അവ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ. രോഗിയാണെങ്കിൽ വേറെ ദിവസം നോറ്റ് കൂട്ടണം എന്ന് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞതോടുകൂടി ഇത് മൻസൂഖായി. ആദ്യകാലത്ത് അവസരമുണ്ടായിരുന്നു, ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ നോമ്പ് വലിക്കുക, അല്ലെങ്കിൽ ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക.
രോഗിയല്ലാത്ത ആളുകൾക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് രോഗികൾക്ക് പോലും നോമ്പ് ഒഴിവാക്കിയാൽ നോറ്റ് വീട്ടണമെന്ന് പറഞ്ഞു. അതോടുകൂടി എന്തായി? രോഗിയല്ലാത്തവർക്ക് എന്തായാലും നോമ്പ് ഉപേക്ഷിക്കാനുള്ള ആ ഇളവ് പിന്നീട് ഇല്ലാതെയായി. ഈ ആയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യത്തെ ആയത്ത്, അതായത് വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കിയിട്ട് ഫിദ്യ കൊടുക്കാം എന്ന് പറഞ്ഞ ആ ആയത്തുണ്ടല്ലോ, ആദ്യകാലത്തുള്ള ആ വിധി, ആ ആയത്ത് നസ്ഖ് ചെയ്തു, അത് ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞ കാര്യം വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? ലൈസത് ബിമൻസൂഖ, അത് പൂർണ്ണമായിട്ടും ദുർബലപ്പെടുത്തിയിട്ടില്ല. ഹുവ ശൈഖുൽ കബീറു വൽ മർഅത്തുൽ കബീറ, പ്രായമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആ ആയത്ത് ഇപ്പോഴും ബാധകമാണ്. ലാ യസ്തതിആനി അൻ യസൂമ, അവർക്ക് നോമ്പ് നോൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടെങ്കിൽ പ്രായാധിക്യം കൊണ്ട്, ഫയുത്ഇമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീന, അവർക്ക് ഓരോ ദിവസവും ഒരു മിസ്കീൻ ഭക്ഷണം കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് തെളിവ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ് ഈ വിഷയത്തിലുള്ള തെളിവ്. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പ്രായമായപ്പോൾ അദ്ദേഹം മിസ്കീന്മാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് 30 ദിവസത്തിനുള്ള ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നാലാമത്തെ വിഭാഗം, ഹാമിൽ വൽ മുർദ, ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും. അവരെ പറഞ്ഞ കൂട്ടത്തിൽ മാറുകയില്ല എന്ന തരത്തിലുള്ള അസുഖമുള്ള ആളുകൾ കൂടി അവരെ കുറിച്ചുകൂടി പറഞ്ഞു. കാരണം അവർക്ക് ഫിദിയാണ് ഉള്ളത്. ഇവിടെയും ഫിദിയ വരുന്നുണ്ടല്ലോ, ഗർഭിണികൾക്ക് ഫിദിയ വരുന്നൊരവസ്ഥയുണ്ട്, നമ്മൾ വിശദീകരിച്ചു. ഇനി അഞ്ചാമത്തെ വിഭാഗം, അത് ഷേഖ് മത്നിൽ പറഞ്ഞിട്ടില്ല. മൻഹജ് സാലിക്കിന്റെ മത്നിൽ നോക്കുന്ന ആളുകൾക്ക് ഇതിൽ കാണൂല. എന്താണ് അഞ്ചാമത്തെ വിഭാഗം? അൽ മുഗ്മ അലൈഹി, ബോധം നഷ്ടപ്പെട്ട ആൾ. എന്നാൽ റമദാനിൽ പകൽ മുഴുവൻ ബോധം നഷ്ടപ്പെട്ടു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോധമില്ലാത്ത ആളുകൾക്ക് നോമ്പിന് ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? റമദാൻ പകൽ കുറച്ചു നേരം ബോധം കെട്ട ആളല്ല. അങ്ങനെ ബോധം കെട്ടാൽ റമദാന്റെ പകൽ ഒരു നിമിഷം ബോധം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ നോമ്പ് സഹിഹാണ്. നേരെ മറിച്ച് പൂർണ്ണമായിട്ടും ഫജ്ർ മുതൽ മഗ്രിബ് വരെ ഒരാൾക്ക് ബോധമില്ലാതെയായാൽ അവന്റെ നോമ്പ് ശരിയാവുകയില്ല. കാരണം എന്താണ്? അഖലില്ല, ബുദ്ധി ഇല്ല. എന്നാൽ ഉറങ്ങിയാലോ, ഒരു ദിവസം ഒരാൾ പകൽ മുഴുവൻ ഉറങ്ങിയാലോ നോമ്പ് ശരിയാകൂല്ലേ? നോമ്പ് ശരിയാകും. ഇല്ലെങ്കിൽ നമ്മൾ 5 എന്നുള്ളത് 6 ആക്കണമല്ലോ, അല്ലെ? 5 വിഭാഗത്തിനാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളതെന്ന് പറഞ്ഞു. നോമ്പുകാരനെ, ഉറങ്ങിയ ആൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പ് ശരിയാകും എന്ന് പറയുന്നത്? ഉറങ്ങുന്ന ആൾക്ക് അല്ല, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് യോജിക്കുന്നതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അശ്ശരീഅത്തു ലാ തുഫർരിഖു ബൈനൽ മുതമാസിലാത്ത് വലാ തജ്മഉ ബൈനൽ മുതഫർരിഖാത്ത്. ദീനിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ഒരുപോലെയുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ വിധികളും വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഒരേ വിധിയും ശരീഅത്ത് കൊടുക്കൂല. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പിന്നെ ഉമ്മാക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ഖള ആണെന്ന് പറഞ്ഞു. കാരണം എന്താ? രോഗിയാണ്, അല്ലെ? മറ്റേത് വേറൊരാൾക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കുന്നത്, രോഗിയല്ല. അപ്പൊ ശരീഅത്ത് എല്ലാ കാര്യത്തിലും യുക്തിക്ക് യോജിക്കുന്നതാണ്. ഇപ്പൊ യുക്തിക്ക് യോജിക്കാത്ത ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ കാര്യം വളരെ അത്ഭുതമാണ്. യുക്തിക്ക് യോജിക്കാത്ത എന്തെങ്കിലും ഒരു ദീനിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുകയില്ല. സഹീഹായ ഒരു ഹദീസോ ഖുർആനിലെ ഒരു ആയത്തോ യുക്തിക്ക് യോജിക്കാതിരിക്കുകയില്ല. ശരിയാണ്, ചില ആളുകൾക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാ അപ്പൊ സംഭവിക്കുക എന്ന് തോന്നും. അത് ദീനിൽ മാത്രമല്ലല്ലോ, അതായത് മനുഷ്യബുദ്ധിക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ, അതിന് മഹാറാത്തുൽ ഉഖൂൽ എന്ന് പറയും. ബുദ്ധിയെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ. മഹാറാത്തുൽ ഉഖൂലുണ്ട്, മുഹാലാത്തുൽ ഉഖൂലുണ്ട്. എന്താണ് മുഹാലാത്തുൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ? ബുദ്ധി അസംഭവ്യമെന്ന് വിധിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ബുദ്ധിക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് മഹാറാത്തുൽ ഉഖൂൽ എന്ന് പറയുന്നത്. അത് ദീനിൽ ഉണ്ടാകും. അത് ദീനിൽ മാത്രമല്ല, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, സയൻസ് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അല്ല, ഈ കടലാസ് ഇത് കുറേ ആറ്റം കൂടിച്ചേർന്ന് ഉണ്ടായതാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇത്ര സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് അത്ഭുതം തോന്നും. അതിനത് നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ബുദ്ധിക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിക്ക് യോജിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഒരേ വസ്തു ഒരേ സമയത്ത് 2 സ്ഥലത്തുണ്ടാവുക. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഇതേ സമയത്ത് ഞാൻ നാട്ടിലും ഉണ്ടാവുക. അത് ബുദ്ധി നിഷേധിക്കുന്ന കാര്യമാണ്. പക്ഷെ ബുദ്ധിക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. അത് ആ വിവരം പറയുന്ന സ്രോതസ്സിനെ നമ്മൾ വില വെക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ ആറ്റംസ് ഉണ്ട് എന്ന് ആരാ പറഞ്ഞത്? അത് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള, BEd കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടീച്ചറാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഏതെങ്കിലും അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരാൾ പറഞ്ഞെങ്കിൽ കുട്ടി വിശ്വസിക്കൂല. ഈ ടീച്ചറാണോ അള്ളാന്റെ റസൂലാണോ കൂടുതൽ വിശ്വസ്തനായിട്ടുള്ളത്? വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കും, റസൂൽ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കും. റസൂൽ വിശ്വാസം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളോട് ഇന്ന ദീനിലെ ഇന്ന വിധി അല്ലെങ്കിൽ ഇന്ന ആയത്ത് ഇന്ന ഹദീസ് അത് ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് പറയുന്ന ആളുകളോട്
ആ ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യരുത്, ആ ഹദീസിനെ കുറിച്ച് അവരോട് ചർച്ച ചെയ്യരുത്. അവർക്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് വളരെ നിസ്സാരമാണ്. എന്നാൽ ബുദ്ധിക്ക് നേരെ വിപരീതം, ബുദ്ധി ഒരിക്കലും അസംഭവ്യം എന്ന് വിധിക്കുന്ന കാര്യങ്ങൾ അത് ദീനിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരാൾക്കും ഒരു ഹദീസും ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടും ഇല്ല. ശരി, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് ഉറങ്ങുന്ന ആളെ ഈ ബോധം കെട്ട ആളെ പോലെ കാണാത്തത്? അവർ തമ്മിൽ എന്താ വ്യത്യാസം? ഉറങ്ങുന്ന ആൾക്ക് അവൻ്റെ അക്കൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഉറങ്ങുന്ന ഒരു വ്യക്തി അവൻ ആക്കിലാണോ? അല്ലേ, അവൻ ആക്കിലാണ്. അവനെ തൊട്ടാൽ അവൻ ഉണരും എന്ന് മാത്രമല്ല, ഉറക്കത്തിൽ പോലും അവൻ കാണുന്ന സ്വപ്നങ്ങളിൽ അവൻ പലതും പിന്നെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ കാണുന്ന കാഴ്ചകൾ അവൻ മനസ്സിലാക്കുന്നുണ്ട്. അവൻ്റെ ഗ്രാഹ്യശേഷി അക്കല് പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഉറങ്ങുന്നയാൾക്ക് ഈ ബോധമില്ലാത്ത ആളുടെ അവസ്ഥ കൊടുക്കാത്തത്. അപ്പം ഇങ്ങനെ ബോധം നഷ്ടപ്പെട്ട ഒരാൾ, അതുപോലെ ഭ്രാന്തൻ, ഒരു ദിവസം പകൽ മുഴുവൻ ഭ്രാന്തായി, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇടക്ക് ശരിയാവും, ഇടക്ക് ഭ്രാന്ത് വരും. ഒരു ദിവസം മുഴുവൻ ഈ അവസ്ഥയിലാണെങ്കിലോ അവർക്ക് അവരുടെ നോമ്പ് ശരിയാവുകയില്ല. കാരണം നിയ്യത്തോടു കൂടിയുള്ള ഇംസാഖ്, അതാണ് നോമ്പ് എന്നതിൻ്റെ നിർവചനം തന്നെ. മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് മുഫത്തറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ, അതാണ് നോമ്പ്. അപ്പം മനസ്സില്ല, അവർക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് ഇവരുടെ നോമ്പ് ശരിയാവുകയില്ല. അവർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. രണ്ടഭിപ്രായമുണ്ട്. അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് എന്താണ്? അവർ നോറ്റ് വീട്ടേണ്ടതുണ്ടോ ഇല്ലേ? നോറ്റ് വീട്ടേണ്ടതില്ല എന്നുള്ളതാണ് കൂടുതൽ സഹിഹായിട്ടുള്ളത്. കാരണം എന്താണ്? ദീൻ ഒരാളോട് ഒരു കാര്യം കൽപ്പിക്കണമെങ്കിൽ അവന് ബുദ്ധി വേണം. ബുദ്ധിയുള്ള ഒരാളോടാണ് തക്ലീഫ്, അവനോടാണ് ദീനീയായ കൽപ്പനകൾ വരുന്നത്. അള്ളാഹു തആല ഒരു ആയത്ത് സംസാരിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ സംസാരിക്കുമ്പോൾ ആരാണ് അതിൻ്റെ ഓഡിയൻസ്, മുഖാത്തബ്? ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, ഭ്രാന്തന്മാരല്ല. അപ്പം ഇവൻ ഭ്രാന്തായതോടുകൂടി, അല്ലെങ്കിൽ ഇവൻ ബോധം നഷ്ടപ്പെട്ടതോടുകൂടി ഖുർആനും ഹദീസും ഇവനോട് പിന്നെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നോറ്റ് വീട്ടേണ്ടതില്ല. അപ്പം ഇതാണ് നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള 5 വിഭാഗം ആളുകൾ. ഇനി അടുത്ത മസ്അല, അല്ലെങ്കിൽ അടുത്ത ഒരു വിഭാഗം, നമ്മുടെ റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആദ്യത്തെ ഒരു വിഭാഗം ഇപ്പോൾ കഴിഞ്ഞു. നോമ്പിൻ്റെ ഒരു നിർവചനം നമ്മൾ പറഞ്ഞു. അതുപോലെ നോമ്പ് തുടങ്ങുന്നതിന് വേണ്ട നിബന്ധനകൾ, മാസം കാണലും അതുപോലെ നിയ്യത്ത് വെക്കലും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ നോമ്പിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, മുഫത്തറാത്ത്, അതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗം മുസ്തഹബാത്ത് മക്രൂഹാത്ത്, നോമ്പിൽ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളും കറാഹത്തായിട്ടുള്ള കാര്യങ്ങളും. ഇങ്ങനെ മൂന്നായി തിരിക്കാം നമുക്ക് നോമ്പിൻ്റെ വിഷയങ്ങൾ. അതിൽ രണ്ടാമത്തെ വിഷയമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, മുഫത്തറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കിതാബുകൾ നോക്കിയാൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ടാൽ കുറേ കാര്യങ്ങൾ കാണും. അതിനെ മൊത്തം നമുക്ക് 4ആയി വേർതിരിക്കാൻ പറ്റും. 4 ഉസൂലുകളായി, അടിസ്ഥാനപരമായ 4 വിഭാഗങ്ങളായി വേർതിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് മദഖല ഇലൽ ബദൻ, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങൾ. ഉള്ളിലേക്ക് ചില കാര്യങ്ങൾ കടന്നാൽ, ചില രീതിയിൽ കടന്നാൽ നോമ്പ് മുറിയും. അതെന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. രണ്ടാമത്തേത് മാ യഖ്റുജു മിനൽ ബദൻ, ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ചില സംഗതികൾ, നോമ്പ് മുറിയാൻ കാരണമാകുന്ന കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? മൂന്നാമത്തേത് അൽ ജിമാ, ലൈംഗിക ബന്ധം. അത് തന്നെ സ്വന്തം പ്രത്യേക നിയമങ്ങളുള്ള കാര്യമാണ്. നാലാമത്തേത് ഖത്ഉ നിയ്യത്തി സിയാം, നോമ്പിൻ്റെ നിയ്യത്ത് മുറിക്കുക. ഞാൻ നോമ്പ് ഒഴിവാക്കി എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പം ഈ 4 ഉസൂലുകളായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അതിന് മുമ്പ് നോമ്പ് മുറിക്കുന്ന ആളുകൾ, അവരെ മൊത്തത്തിൽ നമുക്ക് 2ആയി വേർതിരിക്കാൻ പറ്റും. നോമ്പ് ഒഴിവാക്കുന്ന ആളുകളെ, ഉദുറോടുകൂടി നോമ്പ് ഒഴിവാക്കുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ അതിനുള്ള ഇളവുള്ള ആളുകളുണ്ടാകും. രണ്ടാമത്തേത് ഇളവില്ലാത്ത ആളുകൾ. ഇളവില്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? ഇളവുള്ള ആളുകൾ ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഹ്ലുൽ അദാർ എന്ന് പറഞ്ഞിട്ട് 5 വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞു. അവർക്ക് കുറ്റമില്ല. ഇപ്പം ഈ പറഞ്ഞ നോമ്പ് മുറിയുന്ന 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4 ഇനം, 4 കാര്യങ്ങളല്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 വിഭാഗങ്ങളെ വേർതിരിക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇളവുള്ള ആളുകൾ ഉണ്ടാകും. ഇപ്പം നേരത്തെ പറഞ്ഞ 5 ആൾക്കാർ. ഇപ്പം യാത്രക്കാരൻ ഭക്ഷണം കഴിക്കും. യാത്രക്കാരൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, കുറ്റമില്ല. അതുപോലെ ബോധം നഷ്ടപ്പെട്ടയാൾ, ഹായിലായിട്ടുള്ള സ്ത്രീ, മുലയൂട്ടുന്ന സ്ത്രീകൾ, രോഗികൾ, ഇവർക്ക് നോമ്പ് മുറിക്കുന്ന മുഫത്തറാത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറ്റമില്ല. എന്നാൽ അങ്ങനെയുള്ള ഉദറില്ലാത്ത, ഇളവില്ലാത്ത ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഇളവില്ലാതെ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാലോ? അങ്ങനെ നോമ്പ് ഉപേക്ഷിച്ച ആൾക്ക് എന്താണ് വിധി? നോറ്റ് വീട്ടേണ്ടതുണ്ടോ?
നോറ്റ് വീട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മനാവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഷർഹുൽ മുഹദ്ദബ് എന്നുള്ള കിതാബിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിയായ അഭിപ്രായം അങ്ങനെ ഇജ്മാ ഇല്ല എന്നുള്ളതാണ്, നോറ്റ് വീട്ടേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് നോമ്പ് ഒഴിവാക്കാനുള്ള പ്രോത്സാഹനമല്ല. നമ്മൾ മുമ്പ് നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നോമ്പ് അല്ലെങ്കിൽ നിസ്കാരം ബോധപൂർവം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾ പിന്നെ അത് ചെയ്ത് വീട്ടേണ്ടതില്ല എന്ന് പറയുന്നത് അയാൾക്ക് കൂടുതൽ പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത്. കാരണം പിന്നെ ഒരു അവസരമില്ല. അല്ലെ, ഒരാൾ നമസ്കാരം ഒഴിവാക്കിയാൽ പിറ്റേ ദിവസം നിസ്കരിച്ച് വീട്ടാം എന്നാണെങ്കിൽ എളുപ്പമാണ്. എന്നാൽ അവന് ഇനി അത് വീട്ടാൻ അവസരമില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രയാസമാവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ, ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ഇമാമാണ്. അദ്ദേഹം പറയുന്നു, വകസീറു മിനൻ നാസി യظുന്നുൽ ഇജ്മാഅ അലാ ദാലിക്. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നാണ് പലരുടെയും ധാരണ, നോറ്റ് വീട്ടണം എന്ന കാര്യത്തിൽ. വൽ ഖിലാഫു ഫിഹാ മൻഖൂലുൻ അൻ ജമാഅത്തിൻ മിനസ് സലഫി വൽ ഖലഫ്. സലഫുകളിലും പിൻഗാമികളിലുമുള്ള ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോറ്റ് വീട്ടുക എന്നുള്ളത് ഇജ്മാ ഉള്ള കാര്യമല്ല എന്ന് മാത്രമല്ല, റാജിഹായിട്ടുള്ളത് നോറ്റ് വീട്ടേണ്ടതില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? കാരണം ഉസൂൽ ഫിഖ് ഒരു കായികയുണ്ട്, എന്തൊരു ഇബാദത്തും ഖളാ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പുതിയ കൽപ്പന വേണം. ഒരു സംഗതി, ഒരു ഇബാദത്ത് അത് ഖളാ വീട്ടണമെങ്കിൽ അതിന് പുതിയ കൽപ്പന വേണം. അങ്ങനെ ഒരു കൽപ്പനയുണ്ടോ? നിസ്കാരം ഒഴിവാക്കിയ ആൾ പിന്നെ നിസ്കരിച്ച് വീട്ടുക, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കിയ ഒരാൾ നോമ്പ് നോറ്റ് വീട്ടുക എന്നുകൊണ്ടൊരു കൽപ്പനയുണ്ടോ? അങ്ങനെ ഒരു കൽപ്പനയില്ല. അല്ല, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ചില ആൾക്കാർ വളരെ അത്ഭുതം തോന്നുകയും ചില ആൾക്കാർ എതിർക്കൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എതിർക്കേണ്ടതില്ല. കാരണം ഇത് ഒറ്റപ്പെട്ട കൗലല്ല. മുമ്പ് നമസ്കാരത്തിൻ്റെ കാര്യം ഇവിടെ തന്നെ പറഞ്ഞപ്പോൾ 4 മദ്ഹബിലും ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്ത്? നിസ്കരിച്ച് വീട്ടണം എന്ന്. നിസ്കാരം ബോധപൂർവ്വം ഉപേക്ഷിച്ച ആളുകൾ നിസ്കരിച്ച് വീട്ടണം എന്ന് തന്നെയാണ് 4 മദ്ഹബിലും ഉള്ളത്. പക്ഷെ അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചില ആൾക്കാർ ഇത് കേട്ടിട്ട് എന്നോട് ചോദിച്ചിരുന്നു, അങ്ങനെ പറയാൻ പറ്റുമോ? ചില ആൾക്കാർ ദേഷ്യത്തോടു കൂടി പ്രതികരിച്ചത് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും 4 മദ്ഹബുകളെ മോശമാക്കലല്ല. കാരണം 4 മദ്ഹബിലും പെട്ട ഇമാമിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിച്ച് വീട്ടൽ വാജിബല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആളാണ് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി. അദ്ദേഹം ഹനഫി മദ്ഹബിലെ വലിയ ഇമാമാണ്. അതുപോലെ ഹസൻ അൽ ബസ്രി 4 മദ്ഹബും ഉണ്ടാകുന്നതിന് മുമ്പുള്ള വലിയ ഇമാമാണ്, താബിഇയാണ്. അതുപോലെ ഷാഫിഈ മദ്ഹബിലെ ഇമാം ഷാഫിയുടെ സ്വന്തം പേരക്കുട്ടി ഇബ്നു ബിൻതി ഷാഫിഈ എന്നറിയപ്പെടുന്ന വലിയ ഫഖീഹ്. അതുപോലെ ഇമാം ഷാഫിയുടെ സ്വന്തം ശിഷ്യന്മാരിൽ അങ്ങനെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഇത് പുതിയ വാദമല്ല, നേരെ മറിച്ച് ദലീൽ ഇതിനാണ് അനുകൂലമായി കാണുന്നത് എന്ന് മാത്രം. ദലീൽ ഇതാണ്, ഖളാ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കൽപ്പന വേണം. അങ്ങനെ ഒരു കൽപ്പന വന്നിട്ടില്ല സ്വഹാബത്തിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നോമ്പ് നോറ്റ് വീട്ടണം അല്ലെങ്കിൽ നമസ്കരിച്ച് വീട്ടണം എന്ന് പറയുന്നത് ആളുകളെ തൗബ ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണോ അതോ കൂടുതൽ ദീനിൽ നിന്ന് അകറ്റുകയാണോ ചെയ്യുക? അവരെ, ഈ പണി ചെയ്ത ആളുകളെ, നോമ്പ് ഒഴിവാക്കിയ ആളുകൾ, നമസ്കാരം ഒഴിവാക്കിയ ആളുകൾ. ഒരാൾ 20 വർഷം 30 വർഷം നമസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു 20 വർഷം അയാൾ നമസ്കാരം കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള അയാൾക്ക് തൗബ ചെയ്യണം. അപ്പോൾ ഒരാൾ ഈ അഭിപ്രായം പറഞ്ഞിട്ട് എന്താ സംഭവിക്കുക? സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? അയാൾ വിചാരിക്കും വേണ്ട എന്ന് വിചാരിക്കും. ഇത് മെനക്കെടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞു പോകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന് മജ്മൂ ഫത്താവയിൽ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധമില്ലെങ്കിലും വളരെ മനോഹരമായൊരു വാക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ സാന്ദർഭികമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ, അതുപോലെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തൗബ ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മനസ്സൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആ തൗബയിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അവർക്കത് എളുപ്പമാക്കി കൊടുക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന് മജ്മൂ ഫത്താവയിൽ 22ാമത്തെ വോള്യത്തിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. ഫീ തർക്കി അൽ വാജിബി വഫിഅൽ മുഹറമി ഖബ്ല അൽ ഇസ്ലാമി വത്തൗബ. മുസ്ലിം ആകുന്നതിനും തൗബ ചെയ്യുന്നതിനും ഒക്കെ മുമ്പ് ചെയ്തിട്ടുള്ള പാപങ്ങൾ, ഉപേക്ഷിച്ചിട്ടുള്ള വാജിബാത്തുകൾ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാൻ ദീർഘമായ സംസാരം, ഞാൻ കുറച്ച് ഭാഗം വായിക്കാം. ഫഇന്ന റജുല ഖദ് യഈഷു മുദ്ദതൻ തവീലതൻ ലാ യുസല്ലി വലാ യുസക്കി വഖദ് ലാ യസൂം അയ്ളൻ. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഒന്നും ഇല്ലാതെ കുറേ കാലം ചിലപ്പോൾ ചില ആളുകൾ ജീവിച്ചിട്ടുണ്ടാകും. വലാ യുബാലി മിൻ ഐന കസബൽ മാൽ അമിൻ ഹലാലിൻ അമിൻ ഹറാം. അവൻ്റെ പണം അത് ഹലാലോ ഹറാമോ എന്നൊന്നും അവൻ നോക്കിയിട്ടുണ്ടാവില്ല. വലാ യദ്ബിതു ഹുദൂദ നിക്കാഹി വത്തലാഖ്. നിക്കാഹും തൊലാഖും അവൻ നോക്കിയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഭാര്യനെ 10 പ്രാവശ്യം തൊലാഖ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ നിക്കാഹിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടാകും. ഫഹുവ ഫി ജാഹിലിയ്യ.
ഇല്ല അന്നഹു മുൻതസിബുൻ അലിൽ ഇസ്ലാം, അവൻ മുസ്ലിമാണ് എന്ന് നാവുകൊണ്ട് പറയുന്നത് മാത്രം. ഒരു കാഫിറിനെ പോലെ ആയിരിക്കും അവന്റെ ജീവിതം. ഫഇദാ ഹദാഹു അല്ലാഹു വതആബ അലൈഹി, അവൻ തൗബ ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവന് ഹിദായത്ത് കൊടുത്തു, അവൻ തൗബ ചെയ്യുകയാണ്. ഫഇൻ ഔജബ അലൈഹി ഖളാഅ ജമീഇ മാ തറകഹു മിനൽ വാജിബാത്ത് വഅമറ ബിറദ്ദി ജമീഇ മാ ഇക്തസബഹു മിനൽ അംവാൽ. അല്ലേ, അവന്റെ മുമ്പിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവൻ ഒഴിവാക്കിയ കുറേ വാജിബാത്തുകളും ചെയ്തു കൂട്ടിയ കുറേ ഹറാമുകളും ഉണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ. ഹറാമുകളൊക്കെ അള്ള പുറത്തു കൊടുക്കുമെന്ന് വിചാരിക്കാം തൗബ ചെയ്താൽ. പക്ഷെ വാജിബായ കാര്യങ്ങൾ വീഴ്ച വരുത്തിയതോ, വാജിബ് എന്ന് പറഞ്ഞാൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഇതൊക്കെ ഖളാ വീട്ടണം എന്ന് പറയുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്. അതുപോലെ സൃഷ്ടികളുടെ ഹക്ക്, അവൻ ഒരുപാട് സമ്പത്ത് ഹറാമായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്, അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അത് മുഴുവൻ കൊടുത്തു വീട്ടണം എന്ന് പറയുന്നവരുണ്ട്. ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം എന്താണ്? ഈ രണ്ട് വിഷയത്തിലും ഇബാദത്തുകളുടെ കാര്യത്തിൽ അത് ചെയ്ത് വീട്ടേണ്ടതില്ല എന്നാണ്. വീട്ടേണ്ടതില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അടിവരായിട്ട് മനസ്സിലാക്കണം, അതിനർത്ഥം അവന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നല്ല. സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം, തൗബ ചെയ്യണം. അങ്ങനെ ഒരിക്കലും ചെയ്ത് വീട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ചെയ്ത് വീട്ടാൻ പറ്റാത്ത ഒരു കഫാറത്തില്ലാത്ത പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം കുറക്കല്ല, കൂട്ടുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ അൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു പച്ചക്കളവ് പറയാണ്, വല്ലാഹി ഞാൻ ഇന്നലെ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടില്ല, അങ്ങനെ കള്ളസത്യം ചെയ്യുന്നു. വേറൊരാൾ വല്ലാഹി ഞാൻ നിനക്ക് 1000 ദിർഹം തരാം എന്ന് പറയുന്നു, എന്നിട്ട് കൊടുക്കാതിരിക്കുന്നു. ഈ രണ്ടാമത് പറഞ്ഞത് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്നത്, വഞ്ചിക്കുന്നത്, അതിന് പരിഹാരമുണ്ട്. എന്താണ്? 3 ദിവസം നോമ്പ്. അതിന് മുമ്പ്, നോമ്പിന് മുമ്പായി ഭക്ഷണം കൊടുക്കുക, സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കുക, അതിന് പറ്റില്ലെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞു. ഈ ആദ്യം പറഞ്ഞ യമീൻ ഖമൂസ്, ഇന്നലത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്ത കള്ളസത്യം, ഏതാ വലുത്? യമീൻ ഖമൂസ്. ആ പേര് തന്നെ എന്താ? യമീൻ ഖമൂസ് എന്ന് പറഞ്ഞാൽ മുക്കിക്കളയുന്ന സത്യം എന്ന് പറഞ്ഞാൽ പാപത്തിൽ അവൻ മുങ്ങിക്കഴിഞ്ഞു, അതാണ് അതിന്റെ പേര് തന്നെ. അതിന് കഫാറത്തില്ല, മറ്റേതിന് കഫാറത്തുണ്ട്. അപ്പോൾ വലുത് എന്ന് പറയുന്നത് കഫാറത്തില്ലാത്തതാണ് യഥാർത്ഥത്തിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കുന്നാ നഉദ്ദു മിന അദ്ദംബി അല്ലദീ ലൈസ ലഹു കഫാറ അൽ യമീനുൽ ഖമൂസ്. ഞങ്ങൾ കഫാറത്തില്ലാത്ത പാപമായിട്ടാണ് അൽ യമീനുൽ ഖമൂസ്, ഈ കള്ളസത്യത്തെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു പാപത്തിന്റെ ഗൗരവം പറയാൻ വേണ്ടി സഹാബത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് കഫാറത്തില്ലാത്ത പാപം എന്നത്. അപ്പോൾ ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം ഈ രണ്ട് വിഷയത്തിലും, പിന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തൗബ ചെയ്യുകയും സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മതി. നോമ്പിന്റെ കാര്യത്തിലും ഉപേക്ഷിച്ച നോമ്പുകൾ അത് തൗബ ചെയ്യുകയും സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മതി. സ്വത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരാൾ കട്ടെടുത്തതാണ്, അല്ലെങ്കിൽ നഊദു ബില്ലാ ഒരാൾ കള്ള് കച്ചവടം ചെയ്തവനാണ്, അല്ലെങ്കിൽ വേശ്യയായ സ്ത്രീയാണ്, അവരുടെ കയ്യിലുള്ള സമ്പത്ത് എന്താണ് ചെയ്യേണ്ടത്? അവരോട് പറയാം, നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയത് മുഴുവനും ഒഴിവാക്കണം, കാരണം ഇത് ഹറാമാണ്. അത് മുഴുവൻ മസാലിഹ ആമ്മ, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, ടോയ്ലറ്റ് ഉണ്ടാക്കാനോ റോഡ് പണിക്കൊക്കെ ആയിട്ട് കൊടുക്കണം എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. ഇവൻ തീമ പറയണം, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഇവൻ സ്വാഭാവികമായിട്ടും ജീവിക്കാൻ മാർഗമില്ലാതെ അവന്റെ മാസത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ഇബിൻ തൈമിയ്യ പറയുന്നത് അവന്റെ ആവശ്യത്തിനുള്ളത് അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി സ്വതക്ക ചെയ്താൽ മതി എന്നാണ് ഇബിൻ തൈമിയ്യയുടെ അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ അഭിപ്രായം എടുക്കാതെ മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ഈ അഭിപ്രായം നമ്മൾ സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? സ്വാറത്തി തൗബത്തു ഫി ഹഖ്ഖിഹി അദാബൻ, തൗബ അവനൊരു അദാബായി മാറും. അല്ലെ, 20 വർഷത്തെ നമസ്കാരം അവൻ എന്നാ നമസ്കരിച്ച് തീർക്കുക? സാധിക്കുകയില്ല. വകാനൽ കുഫ്റു ഹീനഇദിൻ അഹബ്ബ ഇലൈഹി മിൻ ദാലിക്കൽ ഇസ്ലാം, ഈ പറയുന്ന ഇസ്ലാമിനേക്കാൾ നല്ലത് കുഫ്റാണ് എന്നായിരിക്കും അവൻ ചിന്തിക്കുക. കാരണം എന്താണ്? ഇങ്ങനെ വൈകാരികമായിട്ട് പറഞ്ഞതല്ല. കാരണം കാഫിറായാൽ അവൻ മുസ്ലിം ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. ഞാൻ മുസ്ലിം ആയിരുന്നല്ലോ ഇന്നലെ വരെ, അതുകൊണ്ടാണല്ലോ ഈ അദാബ് ഉണ്ടായത് എന്ന് അവൻ വിചാരിക്കും. ഇബ്നു തൈമിയ്യ പറയാണ്, ഇവിടെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ചില ആളുകളുണ്ട്, സ്വാലിഹീങ്ങളായ ചില ആളുകൾ, ഞാൻ കാഫിറായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വലിയ അപകടമാണ്. ഞാൻ കാഫിറായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം തന്നെ വലിയ അപകടമാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വരും എന്ത് സംഭവിച്ചാൽ, ഈ അഭിപ്രായം സ്വീകരിച്ചാൽ. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അഭിപ്രായം സ്വീകരിക്കുകയല്ല, പ്രമാണം ഇവിടെയാണുള്ളത്, അതിന്റെ കൂടെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ തൗബ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മാർഗം എളുപ്പമാക്കി കൊടുക്കണം. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞ് അവരപമാനിക്കുക, അത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ അവരുടെ ഹക്കുകളുടെ കാര്യത്തിലും ഈ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ടുള്ളതും എളുപ്പമായിട്ടുള്ളതും. അപ്പം ഇതാണ് അങ്ങനെ ഉദറില്ലാതെ നോമ്പ് ഒഴിവാക്കിയ ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു 4 ഇനങ്ങളുണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് മദഖല ഇലൽ ബദൻ, ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് പോകുന്നത്. ഈ ഉള്ളിലേക്ക് പോകുന്നത് എന്താണെന്ന കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആനിൽ പറഞ്ഞത് വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, തിന്നുക കുടിക്കുക.
നിങ്ങൾക്ക് ഫജ്റാകുന്നത് വരെ തിന്നുകയും കുടിക്കുകയും ചെയ്യാം. അപ്പോൾ പകല് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ തീറ്റ കുടി എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. അതുപോലെ ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു യദഉ തുആമഹു വശറാബഹു വശഹവതഹു, അവൻ അവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഭക്ഷണവും പാനീയവും പാടില്ല എന്നാണ് ഖുർആനിലും സുന്നത്തിലുള്ളത്. പക്ഷേ ഈ ഭക്ഷണവും പാനീയവും എന്താണ് എന്നതിനെക്കുറിച്ച് ഫുഖഹാക്കൾക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ, മദ്ഹബുകൾക്കിടയിലുള്ള ചർച്ച കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ചർച്ചയുടെ അടിസ്ഥാന കാരണം എന്താണ്? ഈ തീറ്റ കുടി എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും തീറ്റയും കുടിയും എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ അവർ അഭിപ്രായ വ്യത്യാസത്തിലായി. അവർ ചർച്ച തുടങ്ങി. ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഈ ഉള്ളു എന്ന് പറയുന്നത് എന്താണ്? അത് തലച്ചോറിനുള്ളിലേക്ക് പോയാൽ മതിയോ? അത് പെടുമോ? അതോ ആമാശയത്തിലേക്ക് തന്നെ എത്തണം എന്നുണ്ടോ? അതോ മറ്റ് ശരീരത്തിൽ പൊള്ളയായി കിടക്കുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും, തൊണ്ടയിൽ, ഇങ്ങനെ ശരീരത്തിലെ ഈ ജൗഫ്, ഉള്ളു പൊള്ളയായിട്ടുള്ള എവിടെയും എന്ത് വസ്തു കടന്നാലും നോമ്പ് മുറിയുമോ? ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തർജീഹ് ചെയ്തിട്ടുള്ള മാലിക്കി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. അവർ തീറ്റയും കുടിയും എന്താണ് മനസ്സിലാക്കിയത്? അവർ പറയുന്നത് ഹംബലി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ഒക്കെ തീറ്റ കുടി എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഷാഫി മദ്ഹബിൽ ശരീരത്തിന്റെ ഏതൊരു ഈ ജൗഫിലേക്കും, ഉള്ളു പൊള്ളയായിട്ടുള്ള ഏതൊരു സ്ഥലത്തേക്ക് എന്ത് വസ്തു പോയാലും നോമ്പ് മുറിയും. നോമ്പ് മുറിയുന്ന കാര്യത്തിൽ ഏറ്റവും കണിശതയുള്ളത്, ഏറ്റവും ശിദ്ദത്തുള്ളത് ഷാഫി മദ്ഹബിലാണ്. അങ്ങനെ ഉള്ളിലേക്ക് എന്ത് പോയാലും മതി. തൊണ്ടയിൽ എന്തെങ്കിലും എത്തിയാൽ അതൊരു ജൗഫാണ്, അപ്പോൾ അവർക്ക് നോമ്പ് മുറിയും. എന്നാൽ അതിനേക്കാൾ കുറച്ച് താഴെയാണ് ഹംബലി മദ്ഹബ്. ഹംബലി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ ഒന്നുകിൽ ആമാശയത്തിലെത്തണം, അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് ഒരു കണക്ഷനുള്ള ഏതെങ്കിലും ഒരു പൊള്ളയായ സ്ഥലത്തെത്തിയാൽ മതി. അപ്പം ഇത് രണ്ടും തമ്മിൽ എവിടെയാണ് വേർതിരിയുക? ഒരു മസലയിൽ ഇവർ തമ്മിൽ വേർതിരിയും അല്ല. ഇപ്പൊ തൊണ്ടയിൽ എന്തെങ്കിലും എത്തിയാൽ ഷാഫി മദ്ഹബിൽ മുറിയും, ഹംബലി മദ്ഹബിൽ മുറിയും. കാരണം തൊണ്ടയിൽ നിന്ന് ആമാശയത്തിലേക്ക് ഒരു പാസേജ് ഉണ്ട്, അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും. ഇത് മുറിയുന്നത് ഒരു മനുഷ്യന്റെ ജനനേന്ദ്രിയത്തിലൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് കടന്നാൽ അവിടുന്ന് ഉള്ളിലേക്ക്, വയറ്റിലേക്ക് കണക്ഷൻ ഇല്ല. അപ്പൊ ഹംബലി മദ്ഹബിൽ നോമ്പ് മുറിയില്ല. ഇതാണ് കാര്യമായ ഒരു വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ ജൗഫ്, ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് എന്തെങ്കിലും പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാലിക്കി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഗ്ദിയത്താണ്, ശരീരത്തിന് പോഷണം ഉണ്ടാക്കുക, വിശപ്പ് മാറ്റുക എന്നതാണ് ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റുന്ന വസ്തുവാണെങ്കിലേ നോമ്പ് മുറിയുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തർജീഹ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറേ മസലകൾ ചുരുങ്ങി കിട്ടും. മറ്റേത് ഈ ശരീരത്തിലെ ഉള്ളിലേക്ക് കടക്കുന്ന ഓരോ ദ്വാരങ്ങളെക്കുറിച്ചും ദീർഘമായ ചർച്ചകളുണ്ട്. ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായത്തിൽ മനുഷ്യന് വിശപ്പ് മാറുന്ന, ശരീരത്തിന് പോഷണം കിട്ടുന്ന എന്തെങ്കിലും വസ്തു ഉള്ളിലേക്ക് പോകുന്നതാണ് അക്ല്, ഷുർബ് അല്ലെങ്കിൽ തആം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ മസലകൾ. ഒന്ന്, ഒരാളൊരു കല്ല് വിഴുങ്ങിയാൽ എന്താണ് അവസ്ഥ? അത് ഭക്ഷണമല്ല സാധാരണ നിലക്ക്, പക്ഷേ മദ്ഹബുകളിൽ ഉള്ളിലേക്ക് കടക്കുന്നതൊക്കെ നോമ്പ് മുറിയുന്നതാണ്. ഒരു കല്ല് വയറ്റിലെത്തിയാൽ നോമ്പ് മുറിയും. അധികം മദ്ഹബുകൾ, 4 മദ്ഹബുകളിലും നോമ്പ് മുറിയും. പക്ഷെ മുറിയുകയില്ല എന്നുള്ളതാണ് റാജിഹായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ നിർവചന പ്രകാരം നോമ്പ് മുറിയോ? ഇല്ല. അടുത്ത മസല, അതുപോലെ തന്നെ ഈ പറഞ്ഞതിന് തെളിവായി അതുകൂടി പറയാം. ഈ ഉള്ളിലേക്ക് പോയത് കൊണ്ട് മാത്രം നോമ്പ് മുറിയില്ല, പോഷണം കിട്ടേണ്ടതുണ്ട് എന്നുള്ളതിന് തെളിവായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം, അബൂ തൽഹ റളിയല്ലാഹു അൻഹു, സഹാബിയായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഈ വിഷയത്തിൽ സഹാബത്തിന്റെ വേറെ സംസാരമൊന്നുമില്ല. ഉള്ളിലേക്ക് പോകുന്നതാണോ പോഷണമാണോ എന്ന് പറഞ്ഞിട്ട് സഹാബത്തിന്റെ സംസാരമില്ല. പക്ഷേ കുറച്ച് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന, നമുക്ക് സഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ട് എന്ന് തെളിവ് പിടിക്കാവുന്ന ഒരു സംഭവമുണ്ട് ഇബ്നു തൈമിയ്യന്റെ ഈ വാദത്തിന്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം നോമ്പ് നോറ്റിട്ട് ബറദ് എന്ന് പറഞ്ഞാൽ പിന്നെ ആലിപ്പഴം കഴിക്കാറുണ്ടായിരുന്നു. കാരണം ആലിപ്പഴം കഴിച്ചാൽ എന്താണ്? അത് തിന്നുമല്ല കുടിക്കുമല്ല. തിന്നുക എന്ന് പറഞ്ഞാൽ സാധാരണ തിന്നുന്ന ഭക്ഷണമല്ല, കുടിക്കാൻ വെള്ളവുമല്ല. അപ്പൊ ആലിപ്പഴം എടുത്ത് അദ്ദേഹം കഴിക്കുമായിരുന്നു. എന്നിട്ട് ഇതിനെ ചില മുൻഗാമികൾ എതിർത്തിട്ടുണ്ട്. സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് ഇതിനെ എതിർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നഹു യഖ്തഉ അദ്ദമ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് കേട്ടപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അത് ദാഹമില്ലാതെയാക്കും എന്നാണ്. അല്ലെ, സഈദ് ബിൻ മുസയ്യിബ് ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം പറയാറുള്ളത് എന്താണ്? വയഖൂലു ലൈസ ബിത്വാമിൻ വലാ ശറാബ്, ഇത് ഭക്ഷണവുമല്ല വെള്ളവുമല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് കഴിക്കുന്നത്. അപ്പൊ സഈദ് ബിൻ മുസയ്യിബ് ഇതിനെ എതിർത്തപ്പോൾ എന്താ പറഞ്ഞത്? അത് ഭക്ഷണം
ഭക്ഷണവുമല്ല വെള്ളവുമല്ല എന്ന് പറഞ്ഞതിനെ എതിർത്തിട്ടില്ല. അതായത് ഭക്ഷണവും വെള്ളവും അല്ലെങ്കിൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞതിനെ എതിർക്കുന്നില്ല. നേരെ മറിച്ച് യഖ്തഉദ്ദമ, അത് വെള്ളമാണ്, ദാഹം മാറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദാഹം മാറ്റുക, അതുപോലെ പോഷണം ഉണ്ടാക്കുക, വിശപ്പ് മാറ്റുക, ഇതൊക്കെയാണ് തീറ്റയും കുടിയും ഭക്ഷണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ധാരണ സയ്യിദ് ഇബ്നു മുസയ്യിബിന്റെ അടുത്തുണ്ടായിരുന്നു, അബൂ തൽഹന്റെ അടുത്തുണ്ടായിരുന്നു. അത് ഈ സംഭവം ആയത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അദ്ദേഹം ആലിപ്പഴം കഴിക്കുന്നു, എന്നിട്ട് പറയുന്നു ഇത് ഭക്ഷണവുമല്ല വെള്ളവുമല്ല. അപ്പൊ സയ്യിദ് ഇബ്നു മുസയ്യിബ് പറയുന്നത് എന്താണ്? ഇത് ഭക്ഷണം വെള്ളമാണ്, യഖ്തഉദ്ദമ, ദാഹം അകറ്റുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഉള്ളിലേക്ക് എന്തെങ്കിലും കടന്നാൽ തന്നെ നോമ്പ് മുറിയുമെന്നായിരുന്നെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഒന്നാമത് ഇത് പറയുന്നില്ല, കാരണം ഉള്ളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല സയ്യിദ് ഇബ്നു മുസയ്യിബ് ഇതിനെ എതിർത്തപ്പോഴും അദ്ദേഹം എന്താ പറഞ്ഞത്? അത് ഉള്ളിലേക്ക് പോകുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ടല്ല എതിർക്കുന്നത്, ദാഹം അകറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എതിർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പറഞ്ഞതിന് സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഒരു പിന്തുണയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ സംഭവത്തിൽ. സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് താബിഈ ആണെങ്കിലും അദ്ദേഹം വലിയ ഇമാമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഇൽമു മുഴുവൻ സയ്യിദ് ഇബ്നു മുസയ്യിബിന്റെ അടുത്തുണ്ട് എന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അതിൻ്റെതായ വിലയുണ്ട്. ഇനി അടുത്ത മസാല, മിൻലാറുൽ മഅദ എന്ന അറബിയിൽ പറയുന്ന നമ്മുടെ എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പിയുടെ ഹുക്കം എന്താണ്? അത് ഒരു ട്യൂബ് ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്, തൊണ്ടയിലൂടെ അല്ലെങ്കിൽ മലദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇത് നോമ്പ് മുറിയുമോ? 4 മദ്ഹബിലും ഇന്നുള്ള പണ്ഡിതന്മാർ നോമ്പ് മുറിയില്ല എന്നാണ് ഫത്വ കൊടുക്കുന്നത്. അത് മദ്ഹബുകളുടെ ഈ വാദവുമായിട്ടൊരു വൈരുദ്ധ്യമുണ്ട്. ഉള്ളിലേക്ക് എന്ത് പോയാലും നോമ്പ് മുറിയും എന്ന് പറയുന്നതുമായിട്ട് വൈരുദ്ധ്യമുണ്ട്. പക്ഷേ ഇന്ന് ഈ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നത് നോമ്പ് മുറിയുകയില്ല എന്നാണ് മദ്ഹബുകളും ഫത്വ കൊടുക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ പറഞ്ഞ നിർവചന പ്രകാരം അതുകൊണ്ട് വിശപ്പ് മാറുന്നൊന്നുമില്ല. അടുത്ത മസാല, മൂക്കിൽ ഉറ്റിക്കുന്ന ഡ്രോപ്സ്, തുള്ളിമരുന്ന്, അതുകൊണ്ട് നോമ്പ് മുറിയോ? അത് നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? 2 കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മൾ പറഞ്ഞ നിർവചനം എന്താണ്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ പോഷണം കിട്ടണം. മൂക്കിൽ ഉറ്റിക്കുന്ന മരുന്നുകൊണ്ട് അത് കിട്ടുന്നില്ല. ഇനി എന്തെങ്കിലും വയറ്റിലെത്തിയാൽ മതി എന്ന അഭിപ്രായം 2 മദ്ഹബുകളുടെയും അഭിപ്രായം. അവരുടെ അഭിപ്രായ പ്രകാരവും ഇത് നോമ്പ് മുറിയുകയില്ല. കാരണം എന്താണ്? വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് മരുന്ന് ഉറ്റിക്കുന്നുള്ളൂ, അത് ഉള്ളിലേക്ക് എത്താൻ മാത്രം അളവില്ല. അടുത്ത മസാല, ചെവിയിൽ ഉറ്റിക്കുന്ന മരുന്ന്, അത് മൂക്കിലുറ്റിക്കുന്നതിനേക്കാൾ കുറവാണ്, ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. കണ്ണിലുറ്റിക്കുന്നതോ അത് അതിലും കുറവാണ്. ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല. ഇനി ഇഞ്ചക്ഷനെ കുറിച്ച് 2ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് തഗ്ദിയത്തുള്ള, ശരീരത്തിന് പോഷണം കിട്ടുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷൻ, അത് നോമ്പ് മുറിയും. അതല്ലാത്ത വെറും മരുന്ന് മാത്രമായിട്ടുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിലോ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഇൻഹേലർ, ശ്വാസതടസ്സത്തിന് ആസ്തമക്കാർ ഉപയോഗിക്കുന്ന ഇൻഹേലർ, അതുകൊണ്ട് നോമ്പ് മുറിയോ? അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഇൻഹേലർ കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത് എന്താണ്? അതിൽ വെള്ളത്തിന് അളവ് എത്രയുണ്ട്? നനവുണ്ടാകുമോ? നനവ് എത്ര ഉണ്ടാകും? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോമ്പ് നോക്കുന്ന സമയത്ത് പകൽ ഒഴിവാക്കിയാൽ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാം. കഫമറക്കുന്നത് നോമ്പ് മുറിയുകയില്ല. ഹനഫി മദ്ഹബിൽ ഇതാണ് അഭിപ്രായം. അതാണ് ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? ഇത് തീറ്റയാണോ, തിന്നുകയാണോ, കുടിക്കുകയാണോ, വിശപ്പ് മാറോ, ദാഹം മാറോ? ഇല്ല, അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളൊരു വസ്തുവാണ്. അതതിൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങുന്നു എന്ന് മാത്രം. ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഈ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. ഹംബലി മദ്ഹബിലും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. രക്തം ശരീരത്തിലേക്ക് കയറ്റുന്നത്, രക്തം കൊടുക്കുന്നത് നോമ്പ് മുറിയും. കാരണം എന്താണ്? രക്തം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പോഷണം കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ രക്തത്തിലെത്തിയിട്ടാണ് ശരീരത്തിന് പോഷണമായി മാറുന്നത്. അതുപോലെ കിഡ്നിയുടെ ഡയാലിസിസ്, കിഡ്നി ക്ലീൻ ചെയ്യുന്നത്, അത് രക്തം അല്ലെങ്കിൽ രക്തത്തിലുള്ള പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ, ഡയാലിസിസ് പല രൂപത്തിൽ ചെയ്യുന്നുണ്ട്, അത് ഈ രക്തത്തിലേക്ക് പുറത്തുള്ള എന്തെങ്കിലും ഒരു വസ്തു കലരുന്നുണ്ടെങ്കിൽ, പോഷണം നൽകുന്ന ഒരു വസ്തു കലരുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളതാണ് അധികവും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പ് മുറിയും. വുളു ചെയ്യുന്ന സമയത്ത് മൂക്കിലും അല്ലെങ്കിൽ വായിലൊക്കെ വെള്ളം കയറ്റുന്ന ആ വെള്ളം ഉള്ളിലേക്ക് പോയാലോ? അറിയാതെയാണ് സംഭവിച്ചെങ്കിൽ നോമ്പ് മുറിയുകയില്ല. അറിഞ്ഞുകൊണ്ട് ഒരാൾ കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. നോമ്പ് നോൽക്കുമ്പോൾ ലഖീത്ത് ഇബ്നു സബിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി ഇല്ല അൻ തകൂന സായിമൻ, മൂക്കിൽ വെള്ളം കയറ്റുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക നോമ്പുകാരനാണെങ്കിൽ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പിന്
മൂക്കിലും വായിലും വെള്ളമെടുത്ത് കൊപ്പിളിക്കുന്ന സമയത്ത് അധികമായി ചെയ്യരുത്, ഉള്ളിലേക്ക് വലിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്താലോ കരുതിക്കൂട്ടി തന്നെ ചെയ്തു, എന്നാലും നോമ്പ് മുറിയുകയില്ല എന്നാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം എന്താണ്? കാരണം ഇത് വയറ്റിലേക്ക് എത്താതെ, ഉള്ളിലേക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നിയന്ത്രിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഒരാൾ കരുതിക്കൂട്ടി എന്ന് പറഞ്ഞാൽ ഒതു ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, വെള്ളം ഉള്ളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും. കാരണം വിശ്വാസത്തിൽ വിലക്കിയിട്ടുണ്ട്. എന്തിനാ വിലക്കിയത്? ഇങ്ങനെ ഉള്ളിലേക്ക് എത്തിയാൽ നോമ്പ് മുറിയുന്നത് കൊണ്ടാണ്. പക്ഷേ വെള്ളം ഉള്ളിലേക്ക് കടക്കണം എന്നുള്ള നിയത്തിലല്ല, ഒതു ശരിയാവണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. അതുപോലെ പുതിയ കുറേ മരുന്നുകൾ, ഓയിൻമെന്റ്, ക്രീമുകൾ, ഇതൊക്കെ ശരീരത്തിന്റെ പുറത്ത് തേക്കുന്ന സംഗതികളാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. ഇനി രണ്ടാമത്തെ ഇനം, ഇതാണ് ഒന്നാമത്തെ അസ്ല്, ഉള്ളിലേക്ക് കടക്കുന്ന വസ്തുക്കൾ. ഇനി പുറത്തേക്ക് പോകുന്ന വസ്തുക്കൾ, ഷെയ്ഖ് സഅദി അതിനെക്കുറിച്ച് പറഞ്ഞ വാക്ക് ഔ ഖൈഇൻ അമദൻ ഔ ഹിജാമത്തിൻ ഔ ഇംനാഇൻ ബിമുബാശറ. ഛർദിക്കുക, അമദൻ എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി ഛർദിക്കുക, ഛർദി ഉണ്ടാക്കുക, വായിലൊക്കെ വരലിട്ടിട്ട് ഛർദിക്കുക. ഔ ഹിജാമ, അല്ലെങ്കിൽ ഹിജാമ ചെയ്യുക, കൊമ്പ് വെക്കുക. ഔ ഇംനാഇൻ ബിമുബാശറ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ സ്പർശനത്തിലൂടെ സ്ഖലനം ഉണ്ടാവുക. ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൽ നിന്ന് ചില വസ്തുക്കൾ പുറത്തു പോകുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്ന സാഹചര്യങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ഓരോന്നോരോന്നായി പരിശോധിക്കുക. ഒന്നാമത്തേത് ഛർദി. ഛർദി എന്ന് പറയുന്നത് അറിയാതെ ഛർദിക്കുന്നത്, സാധാരണ സ്വാഭാവികമായിട്ടുണ്ടായ ഛർദി എന്ന് പറയുന്നത്, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇജ്മാ ഇല്ലെങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്, ഛർദി കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇനി കരുതി കൂട്ടി ഛർദിച്ചാലോ? വായിൽ വരലിട്ട് ഛർദിച്ചു, അങ്ങനെയാണെങ്കിൽ രണ്ട് അഭിപ്രായമുണ്ട്. നോമ്പ് മുറിയും, അവൻ ഖളാ വീട്ടണം. ഇതാണ് 4 മദ്ഹബിന്റെയും അഭിപ്രായം. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് വ അലൈഹിൽ അമൽ, ഇങ്ങനെയാണ് പണ്ഡിതന്മാർക്കിടയിൽ മുഴുവനും അമൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പലരും ഇജ്മാ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം നോമ്പ് മുറിയുകയില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പൊ ഇജ്മാ എന്ന് പറഞ്ഞത് ശരിയല്ല എന്നർത്ഥം. ചില പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞവരാണ് സഹാബത്തിൽപ്പെട്ട ഇബ്നു മസ്ഊദും ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹും. അവരിൽ നിന്ന് ഇങ്ങനെയുള്ള റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതുപോലെ താബിഈങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. മാലിക്കി മദ്ഹബിൽ അങ്ങനെ അഭിപ്രായമുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. നോമ്പ് മുറി 4 മദ്ഹബിലും പറഞ്ഞതുപോലെ വായിൽ വിരലിട്ട് ഛർദിച്ചാൽ നോമ്പ് മുറിയും. കാരണം അതിന് തെളിവായി സാധാരണ പറയപ്പെടാറുള്ള ഒരു ഹദീസുണ്ട്, അത് ദഈഫാണ്. മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാ. അറിയാതെ ഛർദിച്ചാൽ, സ്വാഭാവികമായി ഛർദിച്ചാൽ നോമ്പ് മുറിയുകയില്ല. വമൻ ഇസ്തഖാഅ അമദൻ ഫലിയഖ്ദി. കരുതിക്കൂട്ടി ഛർദിച്ചവൻ നോമ്പ് നോറ്റുവിട്ടട്ടെ എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. ആ ഹദീസ് ദഈഫാണ്. പക്ഷേ ഇതേ ആശയം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സഹാബിയുടെ വാക്ക് തെളിവാണ്. ആ വിഷയത്തിൽ ഹദീസും ആയത്തുമില്ലെങ്കിൽ സഹാബിയുടെ വാക്ക് തെളിവാണ്. അപ്പോൾ നോമ്പ് മുറിയുമെന്ന് തന്നെയാണ് ശരിയായിട്ടുള്ളത്. മുറിയുകയില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു മുറിയുമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വ്യത്യസ്തമായി പറഞ്ഞ ചില സഹാബത്തുണ്ട്, ചില അസറുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പലതും ദഈഫാണ്, സ്വഹീഹായിട്ടുള്ളത് വ്യക്തമല്ല. ഉദാഹരണത്തിന് ഇതിന് തെളിവായി ഉദ്ധരിക്കാറുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു അസറുണ്ട്, അസ്സൗമു മിമ്മ ദഖൽ വലൈസ മിമ്മ ഖറജ്. നോമ്പ് മുറിയുക അകത്തേക്ക് പോയതിന്റെ കാരണം കൊണ്ടാണ്, പുറത്തു പോയതിന്റെ പേരിൽ നോമ്പ് മുറിയുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഒരു അസറുണ്ട്. പക്ഷെ അത് ഈ വിഷയവുമായി നേർക്കുനേരെ ബന്ധമില്ല, വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഛർദിച്ചാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ്. അടുത്തത് ഹിജാമ. ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുമോ? ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്നുള്ളത് അത് ഹംബലി മദ്ഹബിന്റെ മുഫ്രദാത്തിൽപ്പെട്ടത്. എന്താണ് മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ? ഒരു മദ്ഹബിൽ മാത്രമുള്ള ഖൗല്, ഹംബലി മദ്ഹബിൽ മാത്രമുള്ള ഖൗലാണ് ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്നുള്ളത്. അവരതിന് തെളിവാക്കുന്നത് അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം എന്നൊരു ഹദീസുണ്ട്. ഹിജാമ ചെയ്തവനും അത് ചെയ്തു കൊടുത്തവനും, ഹിജാമ ചെയ്ത രോഗിയും അത് ചെയ്ത ഹിജാമക്കാരനും, രണ്ടുപേർക്കും നോമ്പ് മുറിഞ്ഞിരിക്കുന്നു എന്നൊരു ഹദീസുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഹദീസ് സഹീഹ് ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു എന്ന്. അപ്പോൾ ഈ ഹദീസ് സഹീഹാണ്, സഹീഹ് ബുഖാരിയിലുള്ളതാണ്. ഈ ഹദീസ് ആദ്യത്തെ ഹദീസിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു.